RRB NTPC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. രണ്ട് നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്, ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷനും ദെൻ അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷനും. അപ്പൊ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 13 അതായത് ഒക്ടോബർ 13 ലാസ്റ്റ് ഡേറ്റ്. ദെൻ അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 20 ഒക്ടോബർ 20 ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി ഒന്ന് അപ്ലൈ ചെയ്തേക്കുക. ഇനി അവസാനം കാത്തിരിക്കേണ്ട, സൈറ്റ് ബിസി ആവും, പിന്നെ അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഓടിപ്പോയി എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. അപ്പൊ ഈ നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഞാൻ പറയാം, 5 വർഷത്തിന് ശേഷമാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 11,000+ വേക്കൻസിയുമായിട്ട് വന്ന നോട്ടിഫിക്കേഷൻ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കായിരിക്കുമേ, ഇത്രയും വേക്കൻസി മാത്രമേ ഉള്ളൂ, ഇനി വേക്കൻസി കൂടത്തല്ലേ, ഇത്രയും വേക്കൻസിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവിടെ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക. ഇപ്പോ ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നു, വേക്കൻസി എന്ത് ചെയ്തു, കൂടി. ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വന്നു, വേക്കൻസി എന്ത് ചെയ്തു, കൂടി. വീണ്ടും അവരിപ്പോ പുതിയ നോട്ടിഫിക്കേഷൻ ഇട്ടേക്കാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇത്രയും വർഷത്തിന് ശേഷം വന്ന നോട്ടിഫിക്കേഷൻ ആണ്. മാത്രമല്ല ഈ എക്സാം നടക്കാനായിട്ട് ഇനിയും എന്ത് ചെയ്യും, ഒരുപാട് സമയമെടുക്കും. അതായത് ഇപ്പോ RRBയുടെ വന്നേക്കുന്ന നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ്? ഒന്ന്, ALP നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് RPFന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, JEയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, പാരാമെഡിക്കൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഏത് വന്നേക്കുന്നത്, NTPC നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ എല്ലാം എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഏത് എക്സാം കാണത്തുള്ളൂ, NTPCയുടെ എക്സാം കാണത്തുള്ളൂ. അതായത് 2025 ഒരു ഏപ്രിൽ മെയ് മാസമൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ചിലപ്പോൾ അതിന് ശേഷം മാത്രം ഏത് പ്രതീക്ഷ മതി, NTPCയുടെ CBT 1 എക്സാം നമ്മൾ പ്രതീക്ഷ മതി. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇനി നമുക്ക് പഠിച്ചു തുടങ്ങിയാൽ 6 മാസം നമ്മുടെ മുമ്പിലുണ്ട്. മിനിമം നമുക്ക് 6 മാസം നമുക്ക് കിട്ടിയിരിക്കും എക്സാമിനെ ക്രാക്ക് ചെയ്യാനായിട്ട്. ആ ഒരു സമയം മാത്രം എന്ത് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോ അപ്ലൈ ചെയ്തേക്കുക, ഇനിയും പഠിക്കാൻ സമയമുണ്ട്. അത് കഴിഞ്ഞ രണ്ടാമത്തെ കാര്യം, ഇതിന്റെ സിലബസ് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ പലരും ആലോചിക്കുന്ന ഒരു സംഭവം, ഞാൻ PSC പഠിക്കുന്ന എനിക്ക് ഈ റെയിൽവേ എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ, എല്ലാം വ്യത്യാസമല്ല. മക്കളെ, ഒന്നുമല്ല. ഇതിന്റെ സിലബസ് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താ ഇതിന്റെ സിലബസ് വരുന്നത്? സിലബസ് വരുന്ന GK 40 മാർക്കാണ്. CBT 1 നോക്കുകയാണെങ്കിൽ GK 40 മാർക്കാണ്, മാത്സ് 30 മാർക്കാണ്, റീസണിങ് 30 മാർക്കാണ്. അതായത് 3 കാര്യങ്ങൾ മാത്രം. GK PSC പഠിക്കുന്ന ഒരു കുട്ടിക്ക് സൂപ്പർ ആയിട്ട് GK ഏറ്റവും നല്ല മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ മാത്സ്, അത് കഴിഞ്ഞ റീസണിങ്, അത് കഴിഞ്ഞ് നേരെ CBT 2 പോകുമ്പോൾ സിലബസിൽ ഒരു മാറ്റമില്ല, സെയിം സിലബസ് ആണ്. മാത്സ്, അത് കഴിഞ്ഞ് റീസണിങ്, പിന്നെ അത് കഴിഞ്ഞ് GK. സോ CBT 1 ആയാലും CBT 2 ആയാലും സെയിം സിലബസ് ആണ്. ഒരൊറ്റ സിലബസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ എഴുതാൻ പറ്റും. ഗ്രാജുവേറ്റ് ലെവലിലെ 5 പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലെ 4 പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത്രയും എക്സാംസ് ഒരൊറ്റ സിലബസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം, ക്രാക്ക് ചെയ്യാം, എക്സാമിനെ ക്രാക്ക് ചെയ്യാം. ഒരു സിലബസ് മാത്രം പഠിച്ചാൽ മതി. മാത്രമല്ല ഈ മാസം ഗ്രൂപ്പ് Dയുടെ നോട്ടിഫിക്കേഷൻ വരികയാണ്. അതിനും എന്ത് തന്നെയാണ്, സെയിം സിലബസ് ആണ്, അതിനും ഇതേ സിലബസ് ആണ്. അപ്പോൾ ഈ ഒരൊറ്റ സിലബസ് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും എക്സാംസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇത്രയും എക്സാംസിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒറ്റ സിലബസ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ആലോചിക്കുന്നത്, നമുക്കിതിന് ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടോ? അങ്ങനെ ഒരുപാട് കുട്ടികൾ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഡിഗ്രി അല്ലേ പഠിച്ചത്, എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഞാനിങ്ങനെ ബേസോട്ട് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് പേർക്ക് അറിയത്തില്ല, അവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഈ NTPC എക്സാംസ് എന്താണെന്ന് ചോദിച്ചാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ. നമുക്ക് റെയിൽവേ എക്സാമിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ടെക്നിക്കൽ പോസ്റ്റുകളും, രണ്ടാമത്തേത് നോൺ ടെക്നിക്കൽ പോസ്റ്റുകളും. സോ നോൺ ടെക്നിക്കൽ പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ +2 പാസ്സാണോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഡിഗ്രി പാസ്സാണോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് സങ്കല്പിക്കുക, നിങ്ങളൊരു ഡിഗ്രി ഉണ്ടെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കുക, എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റിലെ 5 പോസ്റ്റുകളും അപ്ലൈ ചെയ്യാൻ പറ്റും, അണ്ടർ ഗ്രാജുവേറ്റിലെ 4 പോസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇപ്പോ കോവിഡുമായി ബന്ധപ്പെട്ട ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 36 വയസ്സ് വരെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്, SC ST ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. അതായത് 39 വയസ്സ് വരെ OBCക്ക്, SC STക്ക് 41 വയസ്സ് വരെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതേസമയം അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജനറൽ ആണെങ്കിൽ 33 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST ആണെങ്കിൽ 38 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു അവസരം ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. അപ്പോൾ വേക്കൻസി എന്ത് ചെയ്യാം, വലിയ വേക്കൻസി വരാം. അത് കഴിഞ്ഞ് വലിയ വേക്കൻസി എന്ന് വെച്ചാൽ ലക്ഷങ്ങളോ ബാക്കിയൊന്നുമല്ല, ചിലപ്പോൾ 20,000 ആവും, 25,000 ആവും, ചിലപ്പോൾ അതിലും എന്ത് ചെയ്യാം, കൂടാം.
അത് കഴിഞ്ഞ് ഏജ് ലിമിറ്റ് ഇപ്പോൾ കൂടുതലുണ്ട്. സോ ഇപ്പോൾ ഇത്രയും വേക്കൻസി ഉണ്ട്. ഇനി ഫ്യൂച്ചറിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ റെയിൽവേ പറയുന്നുണ്ട് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വിളിക്കും, പക്ഷേ അവിടെ പ്രൈവറ്റൈസേഷൻ ബാക്കിയെല്ലാം എന്ത് ചെയ്യാണ് നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു അവസരം ഒരിക്കലും പിന്നെ നമുക്ക് എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. സോ ഭാവിയിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ കോമ്പറ്റീഷനും ബാക്കിയെല്ലാം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു അവസരം, ഈ ഒരു സമയം ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. ഒരു സിലബസ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് NDPC മൊത്തം അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ഡി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ അതും എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അടിപൊളി മികച്ചൊരു അവസരം. ഇപ്പൊ ജോലി ഭയങ്കര സൂപ്പർ ആണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ ഒക്കെ നോക്കുകയാണെങ്കിൽ സാലറി മാത്രമേ ഉള്ളൂ, ജോലി പാടാണ്. അപ്പൊ അതേപോലെ ഗുഡ്സ് ഗാർഡ് നോക്കുകയാണെങ്കിൽ സാലറി മാത്രമേ ഉള്ളൂ, ജോലി പാടാണ്. പക്ഷേ നമ്മളൊന്ന് എഫേർട്ട് കൊടുത്താൽ, നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യും. കാര്യം നമ്മൾ മത്സരിക്കുന്ന ആരോട് തന്നെയാണ്, മനുഷ്യരോട് തന്നെയാണ് നമ്മൾ മത്സരിക്കുന്നത്. നമ്മളൊന്ന് മെനക്കെട്ട് ഇറങ്ങിയാൽ എക്സാമിനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. അതായത് ഒരു ദിവസം മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം, മാറ്റി വെക്കാൻ പറ്റണം, എങ്കിൽ എക്സാമിനെ ക്രാക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ നോട്ടിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് നോക്കുക. ഈ കാണുന്നത് ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ ആണ്. കഴിഞ്ഞ മാസം 13-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ എന്ത് ചെയ്തത്, വെബ്സൈറ്റിനകത്ത് വന്നത്. 14-ാം തീയതി മുതൽ, സെപ്റ്റംബർ 14-ാം തീയതി മുതൽ ഈ മാസം ഒക്ടോബർ 13 വരെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് 5 പോസ്റ്റുകൾക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 1 ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, 2 സ്റ്റേഷൻ മാസ്റ്റർ, 3 ഗുഡ്സ് ട്രെയിൻ മാനേജർ, 4 ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, 4-ാമത്തേത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അപ്പൊ ഇവിടെ നോക്കുക, 2 പോസ്റ്റുകൾ ടൈപ്പിസ്റ്റ് പോസ്റ്റ് ആണ്. പലരും ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ അവരെല്ലാം വിചാരിക്കും എനിക്ക് ടൈപ്പിംഗ് സ്കില്ലൊന്നുമില്ല, ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്കില്ല. മക്കളെ, ഒന്നിന്റെ ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ സ്കില്ല് പോയി പ്രൂവ് ചെയ്താൽ മതി. നിങ്ങൾ CBT 1 പാസ്സായി, CBT 2 പാസ്സായി, അതിനുശേഷം ഒരു ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് കാണാം. ആ സ്കിൽ ടെസ്റ്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പോയി പ്രൂവ് ചെയ്താൽ മതി. ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മാസം നിങ്ങൾ ഈ സ്കില്ലിന് വേണ്ടി ഒന്ന് മെനക്കെട്ടാൽ, ജസ്റ്റ് ഒരു ടൈപ്പിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്കൊരു മിനിറ്റിൽ 30-ൽ കൂടുതൽ വാക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതും നമുക്ക് പിടിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ പോസ്റ്റുകളും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. പ്രിഫറൻസ് മാത്രം എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. അപ്പൊ ഏത് സോണ് ചൂസ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ചാനലിലെ പഴയ വീഡിയോസ് നോക്കുക, ഏത് സോണാണ് സേഫ്, ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണം, അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തീർക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, ഇവിടെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 21 മുതലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കഴിഞ്ഞ മാസം 21 മുതൽ ഈ ഒക്ടോബർ 20 വരെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഒക്ടോബർ 20 വരെ, ഈ മാസം 20 വരെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അവിടെ പ്രധാനമായിട്ടും 4 പോസ്റ്റുകൾക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 1 കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, 2 അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, 3 ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, 4 ട്രെയിൻസ് ക്ലർക്ക്. അങ്ങനെ 4 പോസ്റ്റുകൾക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ ടൈപ്പിംഗ് പോസ്റ്റുകളും ബാക്കിയെല്ലാം എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവസരം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ കളയണ്ട. ഇപ്പോഴേ എന്ത് തന്നെ പോയി അപ്ലൈ ചെയ്തേക്കുക. കാര്യം അവസാനമൊക്കെ ആകുമ്പോൾ സൈറ്റ് ബിസി ആവാം, എന്തുവേണം സംഭവിക്കാം, എന്ത് വേണമെന്ന് സംഭവിക്കാനില്ല, സൈറ്റ് ബിസി ആവാം, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്തേക്കുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ OBC NCL സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിലും EWSന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിലും ആദ്യമേ വേണം, തീർച്ചയായിട്ടും ആദ്യമേ വേണം. കാര്യം സർട്ടിഫിക്കറ്റ് നമ്പർ അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, ആ സർട്ടിഫിക്കറ്റ് വേണം. അല്ല എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ UR ആണെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ ജനറൽ ആണെങ്കിൽ ഒന്നിന്റെയും ആവശ്യം വരുന്നില്ല, അല്ലാതെ എന്തിൻ്റെയും കയറി അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ, നമ്മുടെ RRB NTPCയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 9-നാണ് നമ്മൾ NTPCയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പൊ ഈ ബാച്ചിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചാൽ, CBT 1-ഉം CBT 2-ഉം കോമൺ സിലബസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ ഈ CBT 1-ഉം CBT 2-ഉം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഫുൾ സിലബസ് കവറേജ് ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ബാച്ച് ഈ ഒക്ടോബർ 9-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ബാച്ചിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, 200+ അവേഴ്സിന്റെ റെക്കോർഡ് ലൈവ് ക്ലാസ്സുകൾ. അപ്പൊ റെക്കോർഡ് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ അങ്ങനെ എന്തുകൊണ്ട് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ലൈവ് ക്ലാസ്സിന് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ബാച്ചിൽ 500 പേരുണ്ടെന്ന് സങ്കല്പിക്കാം. അതിനകത്ത് ലൈവിൽ വരുന്ന ആൾക്കാർ 50 പേര് മാത്രമേ കാണത്തുള്ളൂ. ബാക്കി 450 പേരും അവരുടെ സമയത്ത്, അവരുടെ ഇഷ്ടമുള്ള സമയത്തായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ക്ലാസ് കാണുന്നത്. പക്ഷെ ലൈവ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഡൗട്ട് ചോദിച്ചാൽ ആ ഫാക്കൽറ്റിക്ക് അത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് കുട്ടികൾ ഡൗട്ടും ബാക്കിയെല്ലാം വരുമ്പോൾ ക്ലാസ് മൊത്തം എന്ത് ചെയ്യും, ഇന്ററാക്റ്റീവ് ആയിട്ട് മാറും. അപ്പൊ അത് പിന്നീട് കാണുന്ന ഒരു കുട്ടിക്ക് പ്യൂർ ആയിട്ടൊരു ഫ്ലോയിൽ എന്ത് ചെയ്യത്തില്ല, കണ്ടന്റ് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബാച്ചിനകത്ത് പ്ലാൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, കണ്ടന്റ് ഫുൾ റെക്കോർഡഡ് ആയിരിക്കും. നിങ്ങൾക്ക് കുറെ ക്ലാസ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല,
ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് നിങ്ങൾക്ക് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ പ്രാക്ടീസ് സെഷൻസ് മൊത്തം നമ്മൾ എന്തായിരിക്കും, നമ്മൾ ലൈവ് ആയിരിക്കും. കണ്ടന്റ് റെക്കോർഡും പിന്നെ അത് കഴിഞ്ഞ പ്രാക്ടീസ് സെഷൻസ് ലൈവ് ആയിരിക്കും. അതായത് ഒരു 3-4 ടോപ്പിക്കൾക്ക് ഒരു പ്രാക്ടീസ് സെഷൻ അങ്ങനെയൊക്കെ വെച്ചായിരിക്കും പോകുന്നത്. ആ പ്രാക്ടീസ് സെഷൻ മൊത്തം എന്തായിരിക്കും, ലൈവ് ആയിരിക്കും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓരോ ടോപ്പിക് വൈസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ മൊത്തത്തിലും എന്തുണ്ട്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് CBT മോഡലിൽ തന്നെ എന്തുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് മെന്റർഷിപ്പ് ഞാനായിരിക്കും നിങ്ങളുടെ മെന്റർ വരുന്നത്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഓരോ ക്ലാസ്സിന്റെയും നിങ്ങൾക്ക് കിട്ടും. മോട്ടിവേഷൻ സെഷൻസ് ഉണ്ട്. ദെൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ഗ്യാരണ്ടീഡ് കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉണ്ടാവും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സങ്കല്പിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ട്, എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അത് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ അഡ്മിഷൻ എടുത്തതിന് ശേഷം പിന്നെ വിളിച്ചാലും കിട്ടത്തില്ല, ഒന്നുമില്ല, ഓക്കെ, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. അത് ഉറപ്പാണ്. കാര്യം നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾക്ക് എന്തുണ്ട്, വിലയുണ്ട്. കാര്യം നിങ്ങൾ നമ്മളെ ട്രസ്റ്റ് ചെയ്തു വരുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചങ്ങോട്ട് തരണം. ഓക്കെ, മാത്രമല്ല ഓരോ ബാച്ചിനും ടെലഗ്രാം ഗ്രൂപ്പും ബാക്കിയെല്ലാം കാണാം. അങ്ങനെ ഇത്രയുമായിട്ട് നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒക്ടോബർ 9 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിൽ കാണാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. പ്രിപ്പറേഷൻ ഒക്കെ എന്ത് ചെയ്യാം, നന്നായിട്ട് കൊണ്ടുപോവുക. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തേക്കുക. ഇനി താമസിക്കരുത്, പിന്നെ നമ്മൾ അതങ്ങ് വിട്ടുപോകും. അപ്പോൾ അപ്ലൈ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. നന്നായിട്ട് വർക്ക് ചെയ്യുക. നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു. പിന്നെ ഒരു കാര്യം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലെ പുതിയ ഇൻഫർമേഷൻസ് ലാസ്റ്റ് ഡേറ്റ് ഒക്കെ വരികയാണെങ്കിൽ ഞാൻ ഓടി വന്ന് എന്ത് ചെയ്യും, നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക്